ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാബേജ് കണ്ടപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, നമ്മുടെ ഓണസദ്യയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റുള്ളതുമായിട്ടുള്ള ക്യാബേജ് തോരനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓണസദ്യയിൽ മാത്രമല്ല, നമ്മളൊരുവിധം എല്ലാ സദ്യയിലും ഈ ക്യാബേജ് തോരൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്യാബേജ് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ഈ ക്യാബേജ് ഇങ്ങനെ കൊത്തി കൊത്തി അരിയാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പച്ചമുളകും കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്യാബേജ് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഉപ്പെങ്ങാനും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ പ്രധാനമായിട്ടുള്ള തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാന പരിപാടി തീർന്നു. ഇനി നമുക്കുള്ളത് ഇതൊന്ന് വേവിച്ചെടുക്കലാണ്. അതിനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടിക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നാണ്. നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്തും വേണമെങ്കിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിന് പകരം തോരപ്പരിപ്പ് ചേർക്കുന്നവരുമുണ്ട്. അപ്പോൾ ഉഴുന്നിങ്ങനെ ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ക്യാബേജ് തോരനിൽ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് കളർഫുള്ളായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ കുക്കറിൽ ക്യാബേജ് വേവിച്ചെടുക്കുകയോ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാകെ കുഴഞ്ഞു പോകും. തീ നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിതെപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് ഇത് അടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയം ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ഇത് അടി പിടിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കേ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മുടെ തോരൻ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കാത്തതിൻ്റെ ഗുണം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊട്ടും കുഴഞ്ഞു പോകാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.